നമസ്കാരം. അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹന ഇടിപ്പിച്ച് മരണപ്പെട്ട ആ കുട്ടിയുടെ ഘാതകൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വ്യക്തിയെ, അല്ലെങ്കിൽ അതിലെ പ്രതിനെ ഇന്നിപ്പം അറസ്റ്റ് ചെയ്തു. എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. 28-ാം തീയതി വൈകുന്നേരം ഉണ്ടായൊരു സംഭവത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ പിടിക്കാവുന്ന പ്രതിയെ പിടിക്കാതിരുന്നുകൊണ്ട് ആ പ്രതിക്ക് എല്ലാവിധ സഹായം ചെയ്തു എന്ന രീതിയിൽ തന്നെ പറയേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു ഉദാസീനത തന്നെ അത് സഹായം ചെയ്യുന്നതിന് തുല്യമായി പോയി എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം അങ്ങനെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതിശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിനേക്കാളെല്ലാം ഉപരി ആ സഹോദരി, ആ മരണപ്പെട്ടു പോയ ആ കുട്ടിയുടെ അവയവങ്ങൾ 4-5 പേർക്കായിട്ട്, ജീവിച്ചിരിക്കുന്ന 4-5 പേർക്ക് ഉപയോഗപ്രദമാകത്തക്ക രീതിയിൽ അവയവദാനം നൽകിയ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു മൂല്യം പൊതുസമൂഹം എടുത്ത് കണ്ടുകൊണ്ട് തന്നെ പൊതുസമൂഹം അതിശക്തമായിട്ട് ഈ പ്രതിയെ പിടിക്കാത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണെങ്കിലും ശരി, ഇന്ന് രാവിലെ വാഗമണ്ണിൽ നിന്നും ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഒരു കഴിവെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പൊതുസമൂഹം അതിശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ തന്നെ ബന്ധപ്പെട്ടാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് തന്നെ തോന്നിയൊരു സംശയം, ഇതിനിടയ്ക്ക് തന്നെ ഈ വ്യക്തി ഈ അപകടം ഉണ്ടാക്കിയതിന് ശേഷം അവന് ഡോക്ടറേറ്റൊക്കെ ഉള്ളവനാണെന്ന് പറയുന്നു. ഇനി ഒരു കാരണവശാലും അവൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ എന്ന് ദയവായിട്ട് ആരും ചേർത്ത് വിളിക്കരുത് എന്നൊരു അപേക്ഷയാണ്. കാരണം അവനൊരു കൊടും ക്രിമിനൽ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ രീതിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് CCTVയിൽ. അതായത് അതിശക്തമായിട്ട് വളരെയധികം ഹൈ സ്പീഡിൽ പാഞ്ഞു വരുന്ന ആ കാറ് ആ കുട്ടീനെ ഇടിച്ച് തെറിപ്പിച്ച് ആ കുട്ടി ബോൾ ഉരുളുന്നത് പോലെയാണ് ഉരുണ്ട് കുറേ മീറ്ററുകളോളം പോയി ആണ് ആ കുട്ടി അവിടെ കിടക്കുന്നത്. അതിനുശേഷം അവൻ ആ കാറ് നിർത്താതെ വിട്ടു പോയി. അവൻ ഇത്രയും ദിവസം ഒളിവിൽ നിന്നെന്ന് മാത്രമല്ല, അവൻ അതിന് ശേഷം അവൻ്റെ രൂപമാറ്റങ്ങൾ വരെയും വരുത്തിയിരിക്കുന്നു. അപ്പോൾ അവനിൽ ഒരു കൊടും ക്രിമിനലാണ് സ്ഥിതി എന്നുള്ള കാര്യം വ്യക്തമാണ്. അവനെ എത്രയെല്ലാം പ്രൊഫഷണൽ രംഗത്ത് ഉന്നതിയിലെത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ മനസ്സ് ഏതൊരു വ്യക്തിയുടെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം. ഇന്ന് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ മെൻ്റലിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ മനസ്സാണ്. അതിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഈ ഒരു വിഷയത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ടല്ല ഈ പറയുന്നത്. കാരണം ഈ ഒരു വിഷയത്തിലൂടെ അവൻ്റെ ആ മനസ്സിനെ വായിച്ചെടുക്കാനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കും. കാരണം ഈ ഒരു വിഷയത്തിനകത്ത് അവനൊരു ഡോക്ടറായിട്ട് കൂടി, അത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് കൂടി അവൻ അത്രയും ക്രൂരമായ ഒരു അപകടം നടത്തിയതിന് ശേഷം കാട്ടിക്കൂട്ടിയ ആഭാസങ്ങളിലൂടെയാണ് അവൻ്റെ മനസ്സിനെ വായിച്ചെടുക്കേണ്ടത്. കാരണം അതിനുശേഷം അവൻ നടത്തിയിരിക്കുന്ന ഇത്രയും നാളത്തെ ഒളിവ് ജീവിതം, ആ ഒളിവ് ജീവിതത്തിനകത്ത് അവനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഉന്നതരായിട്ടുള്ള ഇവിടെയുള്ള രാഷ്ട്രീയ സർക്കാർ തലത്തിലുള്ള ഉന്നതർ പോലും കൂടെ അവനെ സഹായിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പൊതുസമൂഹം അനുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനോടകം അവനെയൊക്കെ പണ്ടേ അറസ്റ്റ് ചെയ്യായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന അവനെ 3 ദിവസങ്ങൾ അവൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നു എന്ന് വരെ പറയപ്പെടുമ്പോൾ എത്ര ഉദാസീനമായിട്ടാണ് ഇവിടെ ഭരണ നിയമ സംവിധാനങ്ങൾ ഈ ഒരു വിഷയത്തിനകത്ത് നിലപാട് കൈക്കൊണ്ടതെന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. അതായത് കോട്ടയം അതിരമ്പുഴയുള്ള അവൻ്റെ വീട്ടിൽ തന്നെ 3 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ 3 ദിവസത്തിനോടകം ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് എന്ത് താമസമായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ഒരു കാരണവശാലും ഇവനെ കസ്റ്റഡിയിൽ എടുക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഏതോ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് പോലീസ് വളരെ ഉദാസീനത കാണിച്ചിരുന്നതെന്നുള്ളത് വളരെ വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ള ഇങ്ങനെയുള്ള ക്രിമിനലുകളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവൻ്റെ കുടുംബക്കാരൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ രീതിയിൽ ഇതിനേക്കാളും വലിയ ഫാമിലിയിൽ അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പോലും കൂടെ സ്വന്തം മാതാപിതാക്കളെ മഴുവിന് പോലും കൂടെ വെട്ടിക്കൊന്ന് ചുട്ടുകൊന്ന സംഭവം നമ്മുടെ തിരുവനന്തപുരത്ത് വരെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും നമ്മുടെ മുന്നിലുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത്തരം മക്കൾ എത്ര ഉന്നതമായ പ്രൊഫഷണൽ രംഗത്തേക്ക് വളർന്നു വന്നിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞ കൊടും ക്രിമിനൽ മൈൻഡാണ് നിലവിൽ ഇവരുടെ മനസ്സിലുള്ളത്. അത് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കും ഡെവലപ്പായി വരികയുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവരുടെ അതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ സംഭവത്തിന് ശേഷം അവിടെ കൈക്കൊണ്ട നിലപാടുകൾ മാത്രമല്ല, അതിനുശേഷം അവൻ രൂപമാറ്റം പോലും കൂടെ വരുത്തിയിരിക്കുന്നത്.
നമുക്കറിയാം വാഗമണ്ണിൽ നിന്ന് അവനെ റിസോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു പ്രതിയെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തതെന്ന് തോന്നിപ്പോകും. ആ രീതിയിൽ രൂപമാറ്റം വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഇന്നിങ്ങടെ പിടികൂടിയിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ രൂപമാറ്റം വരുത്തി മറ്റെവിടെയെങ്കിലും അവൻ മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായേനെ. എന്താണെങ്കിൽ ശരി, പൊതുസമൂഹത്തിൻ്റെ വികാരം അതിശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ ഏതായാലും പിടികൂടാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അതിന് അനുസൃതമായിട്ടുള്ള ശിക്ഷ കൂടി നൽകേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ സാധാരണ വാഹനാപകടങ്ങൾ ഉണ്ടാക്കി മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കും. അതല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കും. ഇത് രണ്ടും അല്ലല്ലോ. ഇതിപ്പോൾ അവൻ ആ കുട്ടീനെ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലണം എന്നുള്ള മുൻ ധാരണയോട് കൂടി കൊണ്ടുവന്ന് ഇടിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയാൻ പറ്റുമോ? അതുമല്ല. കാരണം അത്ര നികൃഷ്ടമായ രീതിയിലല്ലേ ആ കുട്ടീനെ ഇടിപ്പിച്ചു കൊന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ് എടുക്കേണ്ട നരഹത്യക്കുള്ള കേസാണ് എടുക്കേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു നോക്കാനുള്ളത്. അതായത് കൃത്യമായിട്ട് അതൊരു കൊലപാതകം തന്നെയായിട്ട് കണ്ടുകൊണ്ട് ആ കൊലപാതകത്തിന് അനുസൃതമായിട്ടുള്ള വകുപ്പുകളിട്ട് കേസെടുക്കുക. അതിനേക്കാളെല്ലാം ഉപരി ഇനി അങ്ങനെ ഒരു കേസെടുക്കാൻ വകുപ്പില്ല എങ്കിൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കണം എന്നുള്ള ഇവിടുത്തെ നിയമനിർമ്മാണ സഭയോട് ഇവിടെ പൊതുസമൂഹം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദൈനംദിന ഇത്തരം അപകടങ്ങൾ കണ്ടമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പ്രതികൾ നിസ്സാരമായിട്ടുള്ള ഒരു കേസിൽ ചാർജ് ചെയ്ത് അവർ ജാമ്യം എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും കേസ് എടുക്കുന്നു എന്നുള്ളതല്ലാതെ വരുന്ന ഒരൊറ്റ ദിവസം റിമാൻഡിൽ പോലും വരാറില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു IAS ഓഫീസറായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ പാതിരാത്രി സമയത്ത് അമിതമായ വേഗതയിൽ അദ്ദേഹം മയക്കുമരുന്ന് മദ്യമൊക്കെ കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്താണെങ്കിലും ശരി, അതിന് വ്യക്തമായ തെളിവെടുക്കാനായിട്ട് പോലീസ് അതിനുള്ള സാഹചര്യം ഒരുക്കാത്തത് കൊണ്ട് തന്നെ അതിന് തെളിവെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്താണെങ്കിലും ശരി, അത് KM ബഷീർ എന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പാതിരാത്രി സമയത്ത് അമിതമായ 100-110 കിലോമീറ്റർ മറ്റാണ് അന്ന് കാറിൻ്റെ വേഗത എന്നാണ് പറയപ്പെടുന്നത്. ആ വേഗതയിൽ ചെന്ന് ആ KM ബഷീറിനെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു മതിലിൻ്റെ മണ്ട കയറ്റി വെച്ചു. എന്നിട്ട് ആ IAS ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമൻ ഒരൊറ്റ ദിവസം പോലും റിമാൻഡിൽ കിടന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, നിയമം ഏത് രീതിയിലേക്കാണ് വളച്ചൊടിച്ച് പോകുന്നതെന്നൊന്ന് കടക്കൂട്ട് നോക്കുക. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാരനൊരു നീതിയും വലിയവർക്ക് മറ്റൊരു നീതിയും എന്നുള്ള രീതിയിലേക്ക് രണ്ട് നീതി ഇവിടെ വരുന്നു. ഇവിടെ ഇന്ത്യയിൽ ഒരൊറ്റ പൗരന്മാരേ ഉള്ളൂ. ഒരേ തരത്തിലുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യനീതി, തുല്യ നിയമം, അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അപ്പോൾ അതും പ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കാനായിട്ടുള്ള കാരണങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ടും അതിനകത്ത് ഇങ്ങനെ ഒരു നിയമം അടിയന്തരമായിട്ട് ഒന്നെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം തന്നെ ഇത് നരഹത്യയ്ക്ക് തന്നെ കേസെടുത്ത് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസമെങ്കിലും കഴിയാതെ ഇവർക്ക് ജാമ്യം പോലും കൊടുക്കില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഇവർക്ക് നൽകുന്ന കുറ്റപത്രം കുറ്റമറ്റ രീതിയിലാവേണ്ടത് കൂടിയുണ്ട്. കാരണം ഇവരെ അറസ്റ്റ് ചെയ്തോ റിമാൻഡ് ചെയ്യുന്നതോ മാത്രമല്ല കാര്യങ്ങൾ. കാരണം ഈ സംഭവത്തിന് അനുസൃതമായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കോടതി ട്രയലിന് ശേഷം ഇവരൊക്കെ ഒന്നുകിൽ ഊരിപ്പോരും, അല്ലെങ്കിൽ നിസ്സാരമായ ശിക്ഷകൾ നൽകി അതിൽ നിന്നും ഊരിപ്പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും വരാൻ പാടില്ല. കൃത്യമായിട്ടും ഒരു നരഹത്യയ്ക്ക് എന്താണോ ശിക്ഷ ഈ ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരമുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള കുറ്റപത്രം കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിക്കാനായിട്ട് ഇവിടുത്തെ നിയമപാലകർ തയ്യാറാവണം. അങ്ങനെ ചെയ്യാത്ത നിയമപാലകർക്കെതിരെ ശക്തമായ നിയമ നടപടി കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം പ്രതികളെ സംരക്ഷിക്കുന്നവരാരൊക്കെ ആണെങ്കിൽ തന്നെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, ഇപ്പോൾ ഇയാൾ ഈ രൂപമാറ്റം വരുത്തി, ആ രൂപമാറ്റം വരുത്താനായിട്ട് സഹായിച്ചവർ, അതിന് പ്രേരണ ചെലുത്തിയവർ, അതിനെ സഹായിച്ചവർ, അവരെ എല്ലാ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വ്യക്തി ഇത്രയും ദിവസം ഒളിവിൽ കഴിയാനായിട്ട് സഹായിച്ച പലരും ഉണ്ടാവാം.
അത് ആരൊക്കെയാണ്, അതിനകത്ത് ഏതൊക്കെ ഉന്നതന്മാർ വരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ട്രയലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെയുള്ള നിയമ നടപടിയും കാര്യങ്ങളും അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രങ്ങളും എവിഡൻസുകളും കൃത്യമായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പൊതുകാരം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിയമപാലകർ കൈക്കൊള്ളണം. മറ്റ് കാര്യങ്ങൾക്ക് വഴിപ്പെടുന്ന നിയമപാലകർക്കെതിരെ തന്നെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പൊതുസമൂഹം ഇനി കടക്കും എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ശരി, ആ കുട്ടിക്ക്, ആ ജാസ്ലിയ ജോൺസൺ എന്ന ആ 19-കാരിക്ക് കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആ കുട്ടിയുടെ പേരിൽ നീതി ലഭിക്കണം എന്ന് അതിശക്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.